ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ ഞായറാഴ്ച ആയാലും ഞങ്ങൾക്ക് ഉള്ളതാണ് കേട്ടോ എവിടേക്കെങ്കിലൊക്കെ ഒന്ന് പോവാന്നുള്ള ഒരു ചിന്ത. എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ജസ്റ്റ് പോയിട്ട് എല്ലാ ദിവസവും പെരയിൽ വെറുതെ ഇരിക്കലാണല്ലോ. അപ്പോൾ ഞായറാഴ്ച എന്നുള്ള സമയത്ത് ഇപ്പാക്കും ഫ്രീ ആണ്, പിന്നെ നമ്മളും എന്നും ഫ്രീ ആണല്ലോ. അപ്പോൾ പിന്നെ പുറത്ത് പോവാന്നുള്ളത് ഞങ്ങൾക്കൊരു ചടങ്ങായിട്ട് മാറിയിരിക്കണ്. അപ്പോഴാണ് ഉമ്മ പറഞ്ഞത്, എവിടാണ് ഫറോക്കിൽ ഏറ്റവും ഉമ്മൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോണ സമയത്ത് ഒരു പാർക്ക് കണ്ടിക്കണെന്ന് കുട്ടികളെ കളിപ്പിക്കണേ. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് കുറച്ചൊന്ന് എൻജോയ്മെൻ്റ് ആയിക്കോട്ടെ, നമുക്ക് അങ്ങോട്ട് പോകാമെന്നും വിചാരിച്ച് അങ്ങനെ നമ്മൾ പോവുകയാണ്. എന്താണ് നമ്മൾ ഇറങ്ങിയത് ഒരു 3:30-4 മണി ഒക്കെ ആ ഒരു സമയത്താണ് ഇറങ്ങിയത്. മക്കളൊക്കെ ഉറങ്ങണ സമയമാണത്, 4 മണി എന്നൊക്കെ പറയണത്. അപ്പോൾ പിന്നെ പാർക്കൊക്കെ ആയതുകൊണ്ട് തന്നെ ഇറങ്ങിയതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിലാണ്. ഊഞ്ഞാലാടാൻ പോവുകയാണ്, കളിക്കാൻ പോവുകയാണ് എന്നൊക്കെയുള്ള ചിന്ത അവർക്ക് ആദ്യമേ ഉണ്ടായിന്ന്. അപ്പോൾ പിന്നെ ആ ഒരു ഇൻട്രസ്റ്റിലാണ് മാറ്റലും പിടിക്കലും ഒക്കെ കഴിഞ്ഞത്. ബില്ലില്ല പോയതുകൊണ്ട് തന്നെ കാറും പോയി. അപ്പോൾ പിന്നെ ഞങ്ങളെ മയിൽ വാഹനം എന്ന് പറയുന്നത് ഈ 2 ബൈക്കിൽ 2 ആൾക്കാർ കയറിയിരിക്കുക പോവുക എന്നുള്ളതാണ്. അങ്ങനെ മോളൊക്കെ കാറ്റ് തട്ടിപ്പോലത്തിന് ഉറങ്ങിയിരിക്കണ്, കാരണം ഒരുറക്കിൻ്റെ സമയമാണല്ലോ. അങ്ങനെ നമ്മൾ പന്തീരങ്കാവ് കൂടെ ടച്ച് ചെയ്തിട്ടാണ് കേട്ടോ പോയത്. അതായത് ഞങ്ങളെ വീടിൻ്റെ കൂടെ കുറ്റിക്കാട്ടൂർ കൂടെ ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ അങ്ങനെ പന്തീരങ്കാവ് കയറുന്ന വഴിയെ കൂടെയാണ് പോയത്. പോണ വഴിക്ക് കരിമ്പ് ജ്യൂസിൻ്റെ കട കണ്ടപ്പോൾ അവിടെ നിർത്തി. അപ്പോഴൊക്കെ മോളുറങ്ങാനാണ് കേട്ടോ, ഓൾ എണീറ്റിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ജ്യൂസ് കുടിക്കാനൊരു മടി ഓളുണ്ടായതുകൊണ്ട്. അപ്പോൾ പിന്നെ ഓളെ എണീപ്പിച്ചിട്ട് ഓൾക്ക് കൊടുത്ത്. പക്ഷേ ഓളെ എണീപ്പിച്ചത് അബദ്ധമായത് പിന്നെ എനിക്ക് തോന്നി. മൊത്തം ഓളാണ് കേട്ടോ കുടിച്ചത്, ഞാൻ ആകെ കുറച്ച് കുടിച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ അതൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് പാർക്കൊക്കെ പോവുകയാണ്. ഇതാണ് കേട്ടോ പാർക്ക്. എന്താണ് നമ്മൾ എന്നുള്ളൊരു പാർക്കാണ്, ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ ഒരു സംഭവമാണ്. ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു സംഭവമല്ല, എന്നാലും മക്കൾക്ക് കളിക്കാനുള്ള സാധനം ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് അവിടെ ഒരു സിറ്റിങ്ങിനോ അതിനൊന്നും സ്പേസ് ഇല്ല. അങ്ങനെ റുമി ആദ്യം പോയേക്ക് തന്നെ ഭയങ്കര ജാടടലായിരുന്നു. ഞാൻ ഇറങ്ങൂല, ഇമ്മച്ചി ഉണ്ടെങ്കിൽ ഞാൻ കയറുള്ളൂ, ഒലിയുള്ളൂ എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ആൾ ആദ്യമൊക്കെ കുറച്ച് ജാട ഇട്ട്. പിന്നെ ആ കുട്ടികൾ ഇങ്ങനെ കളിക്കണത് കണ്ടപ്പോൾ ആൾക്കും ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. പിന്നെ ഓളെ നമ്മളിങ്ങനെ കയറ്റി കൊടുത്തിട്ട് ഇങ്ങനെ ഇതാക്കാൻ തുടങ്ങി. അങ്ങനെ കുറേയൊക്കെ ഓളങ്ങനെ ചെയ്തും കൊണ്ടിരുന്നു. പിന്നെ വലിയ വലിയ കുട്ടികളൊക്കെ വന്നിട്ട് ചവിട്ടോ കുത്തോ എന്നൊക്കെ പേടിയായപ്പോൾ നമുക്ക് കുറച്ചൊരു ടെൻഷനായി പോയി. പക്ഷേ ഓൾക്ക് അപ്പോഴും കയറുന്നെ വേണം, ഓൾക്ക് കളിൻ്റെ മൂഡ് കൂടിപ്പോയി ആ സമയത്ത്. അങ്ങനെ ആദ്യം ചെറുതുമ്മൽ ഒലിഞ്ഞി, പിന്നെ അത് കഴിഞ്ഞപ്പോൾ വലിയതുമ്മലൊക്കെ ആക്കാൻ പോയി. വലിയതുമ്മലായപ്പോൾ എനിക്ക് പേടിയായി പോയിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഓളെ അവിടെ നിന്ന് എണീപ്പിച്ചിട്ട് പതുക്കെ ചെറുതൊക്കെ എന്നെ കൊടുന്ന്. പിന്നെ ഞങ്ങൾക്കത് വലിയ പിടിക്കാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങി, വേഗം അവിടെ നിന്ന് ഇറങ്ങി. ആ ഇറങ്ങിയ സിറ്റുവേഷൻ തൊട്ടേ കാണുന്നത്. എൻ്റെ മോൾക്ക് പിന്നെ എല്ലാത്തിനും കരച്ചിൽ മുന്നിലാണ്. അങ്ങനെ നമ്മൾ രാത്രി അവിടുന്ന് നേരെ ഹൈലൈറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നേരെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹൈലൈറ്റിലേക്ക് പോവുകയാണ്. ഹൈലൈറ്റിലെത്തിയപ്പോൾ പിന്നെ ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റിൽ കയറി വണ്ടി വേറൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. പിന്നെ ഹൈലൈറ്റിൽ മുകളിൽ പോയാൽ റുമിക്കുള്ള ഒരു സ്വഭാവമാണ്, എസ്കലേറ്ററിനെ കൊണ്ട് ഇങ്ങനെ കയറി ഇറങ്ങിപ്പിക്കും. കുറേ വട്ടം ഇങ്ങനെ കയറി ഇറങ്ങുക, എന്നിട്ട് അപ്പുറത്തേമോ കൂടെ കയറിങ്ങാണ്ട് പിന്നെയും കയറുക, പിന്നെയും ഇറങ്ങുക, പിന്നെയും കയറുക. ഇതോളൊരു പണിയാണ്. പിന്നെ ഞാനും വിചാരിച്ച് കരയണക്കാട്ടിലും ഭേദം ഓളായിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യണതാണ് എന്നുള്ളത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞാൻ ഓളെ ഇതിനൊത്തിട്ട് തുള്ളി ഓളെ കൊണ്ട് ഇങ്ങനെ കുറേ എസ്കലേറ്ററിൽ കയറി ഇറങ്ങിയൊക്കെ കളിപ്പിച്ച് കൊടുത്ത്. പിന്നെ നമ്മൾ നേരെ നെസ്റ്റോക്കാണ് പോയത്. ഹൈലൈറ്റിൻ്റെ ഉള്ളിൽ കയറാൻ നമ്മൾ നിന്നിട്ടില്ല, നെസ്റ്റോയിൽ തന്നെയാണ് ടൈം ഫുള്ള് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ തന്നെ നെസ്റ്റോന്ന് ഓരോന്ന് കണ്ടപ്പോൾ എൻ്റെ കുട്ടി ഓളെ സ്ഥിരം പല്ലവി തുടങ്ങി കരഞ്ഞ് കാര്യം സാധിപ്പിക്കുക എന്നുള്ളത്. ഡോണറ്റ് കണ്ടിട്ടുള്ള കരച്ചിലാണത്. അങ്ങനെ നമ്മൾ കരഞ്ഞില്ല, മക്കൾക്ക് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഡോണറ്റൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷമാണ്, കണ്ടില്ല തിന്ന് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. പക്ഷേ ഇവിടെ കൊണ്ടൊന്നുള്ള കരച്ചിൽ നിൽക്കില്ല കേട്ടോ. ഈ ഫ്രൈഡ് ചിക്കനൊക്കെ ഞങ്ങൾ നോക്കി ചിരിക്കണ പോലെ ഞങ്ങൾക്ക് തോന്നി, പക്ഷേ നമ്മൾ വാങ്ങിയിട്ടില്ല. പിന്നെ അവിടെ ഐസ് വരുത്തി ഉണ്ടായിരുന്നു. നമ്മൾ ബീച്ചിൽ പോയിട്ട് എപ്പോഴും കുടിക്കുന്നതാണ്. നെസ്റ്റോയിൽ വന്നിട്ട് നമ്മളത് ട്രൈ ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടേസ്റ്റിനൊന്നും കോംപ്രമൈസ് ഒന്നും ഇല്ലായിരുന്നു. 20 രൂപനാണ് ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ അതിന്. അതൊക്കെ മക്കൾക്ക് കൊടുത്ത് പിന്നെ നമ്മൾ കണ്ണാടി കണ്ടപ്പോൾ ഓരോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഷോ ഇറക്കിയതാണ്. അപ്പോഴത്തേനും അപ്പോഴും മറ്റാൾക്കാർ ഐസ് വരുത്തിയൊക്കെ കുടിച്ചും കൊണ്ടിരിക്കുകയാണ്.
പിന്നെന്താ പിന്നെ ഞങ്ങൾ അവിടുന്ന് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ അങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് വാങ്ങി. ഇതെന്തോ ചിക്കൻ പഫ്സിൻ്റെ പോലത്തെ എന്തോ ഒരു സാധനമാണ്, അനിയനായിട്ട് വരും തോന്നുന്നുണ്ട്. അത് വാങ്ങി. പിന്നെ കുറേ സാലഡ്സും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അപ്പോഴത്തേന് ആളവിടെ ആടിൻ്റെ കാലോ എന്തൊക്കെയോ തലൊക്കെ കണ്ടുങ്ങാണ്ട് അതിനായിട്ടൊക്കെ സംസാരിച്ചിരിക്കുന്നു. ആളെ വിചാരം അത് മീനാണ് എന്നാണ്. അങ്ങനെ അതിനായിട്ടൊക്കെ സംസാരിച്ച് ഞാൻ പോയി നോക്കിയപ്പോൾ അതിനായിട്ട് ഭയങ്കര സംസാരം ചെയ്യുന്ന ആൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓളെന്ത് ചെയ്ത് വേഗം ആ സാധനത്തിൻ്റെ ഉള്ളിലാക്കിയിട്ട്, കാരണം ഇങ്ങനെ ഓടി ഓടി കളിക്കണതിനെ കൊണ്ട് ഞാൻ വേഗം ഓളയിലാക്കി. പിന്നെ അവർക്ക് കുറച്ച് ജ്യൂസ് അല്ലാതെ എന്തത് ചോക്ലേറ്റിൻ്റെ ഒരു ഫ്രൂട്ടി മാതിരത്തെ ഒരു സാധനം അത് വാങ്ങിക്കൊടുത്ത് അതൊക്കെ കുടിച്ച്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ആൾക്ക് പിന്നെ ആവശ്യങ്ങളാണ്, കാരണം അവിടെ ഓരോന്ന് കാണുകയാണല്ലോ. അങ്ങനെ കുറേ ഡാർക്ക് ഫാൻറ്റസിക്ക് വേണ്ടിയിട്ട് എൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ കരയാനൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഞാനപ്പോൾ ഒളിച്ചേ കണ്ടേ കളിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളെ മൈൻഡ് അവിടെ നിന്ന് എല്ലാം മാറ്റി. പിന്നെ ലാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് ബില്ല് അടിക്കാൻ എത്തിയപ്പോഴത്തേന് മറ്റേ ബബിൾ ഉണ്ടല്ലോ, അത് കണ്ടപ്പോഴത്തേന് ഓൾക്ക് അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ കരച്ചിൽ തുടങ്ങി. അപ്പോൾ ഞാൻ ഓളേറ്റ് വലിയ എസ്കലേറ്ററിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഞാനൊരു 7-8 വട്ടെങ്കിലും ഓള് എഴുതി കയറി ഇറങ്ങി ഈ കളിച്ചിക്കണേമേൽ. ആൾക്കാരൊക്കെ നോക്കണുണ്ടായിരുന്നു ഇതെന്താ ഇപ്പം ഇവർ രണ്ടാളും കൂടി പോടുമില്ല എന്നാൽ വരുന്നില്ല എന്നുള്ള മട്ടിൽ എന്നുള്ള രീതിയിൽ. അങ്ങനെ കുറേ നേരം ഞാൻ അവളെ കൊണ്ട് അങ്ങനെ കളിച്ചു. പിന്നെ എനിക്കും നമുക്കുണ്ടാവില്ലല്ലോ ഒരു ചടപ്പ്. അങ്ങനെ ആ ചടച്ച സമയത്ത് ഞാൻ വെറുതെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഹെയർ ആക്സസറീസിൻ്റെ ഒക്കെ. അപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കയറിയതാണ്. അപ്പം അതാ കിടക്കണം അവിടെയും ബബിള്. അപ്പം പിന്നെ അവളെ കൺട്രോൾ തെറ്റി, കരച്ചിലായി, ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അതവൾ കിടന്ന് എണീക്കണമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്തില്ല. അവൾക്ക് അങ്ങനെ വാങ്ങിക്കൊടുക്കാതെ നിന്നാൽ കുറേ വാങ്ങിക്കൊടുത്തല്ലോ, അങ്ങനെ ഇപ്പോൾ വാങ്ങിക്കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളത് വാങ്ങിക്കൊടുത്തിട്ടേ ഇല്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് കരച്ചിലൊക്കെ നിർത്തിയപ്പോഴുള്ള മോന്തയാണ് ഈ കാണുന്നത് കേട്ടോ. എനിക്ക് ചിരി വരുവോളം മുഖം കണ്ട് അങ്ങനെ നമ്മൾ ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച്. അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് പുറത്തുനിന്ന് വണ്ടിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് ഇതൊക്കെ കരച്ചിൽ കഴിഞ്ഞിട്ടുള്ള ചിരിയാണ് കേട്ടോ. വെറുതെ കുറേ കരയും പിന്നെ കുറേ ചിരിക്കും. അതാണ് എൻ്റെ മോളെ അവസ്ഥ, എന്ത് ചെയ്യാനാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ വണ്ടിയിലൊക്കെ കയറി അവിടെ മറ്റേ പൈസ അടച്ച സംഭവങ്ങളൊക്കെ കാണിച്ച് കൊടുത്തിട്ട് നമ്മൾ പതുക്കെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.